വയനാട് പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലി പഞ്ചായത്ത് കാര്യാലയത്തിലെത്തുന്നവർ അല്പം ജാഗ്രത പാലിക്കണം. കാരണം ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് കെട്ടിടമുള്ളത്. ജീവൻ പണയം വെച്ചാണ് ജീവനക്കാരടക്കം ഇവിടെ ജോലി ചെയ്യുന്നത്. റിപ്പോർട്ടിൽ മൂന്നര പതിറ്റാണ്ട് പഴക്കമുണ്ട് മുള്ളൻകൊല്ലിയിലെ ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീടുകൊണ്ടിരിക്കുകയാണ്. തൂണുകൾക്ക് വിള്ളൽ, കോൺക്രീറ്റ് മേൽക്കൂരകൾ പലയിടത്തും പൊട്ടിവീണു. രണ്ടാം നിലയിലെ കൈവരി പൂർണ്ണമായും അടർന്നു. ജീവനക്കാർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ട സ്ഥിതി. ഇവിടെ എത്തുന്നവരുടെ ഉള്ളിലുമുണ്ട് ആശങ്ക. പല നിവേദനങ്ങൾ കൊടുത്തെങ്കിലും അത് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു നീക്കമോ അവർ നടത്തുന്നില്ല. ദിവസേന ധാരാളം ആളുകൾ സന്ദർശിക്കുന്ന ഈ കെട്ടിടം എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണുള്ളത്. അപകടാവസ്ഥയിലായതിനാൽ ഓഫീസ് ഉടനടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആയിരക്കണക്കിന് ജനങ്ങൾ ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൻ്റെ മുകളിൽ നിന്ന് ഭിത്തി ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ പോലും ഇത് വേണ്ട രീതിയിലൊരു ഇടപെടൽ നടത്തി അത് ഭരിക്കുന്ന ആളുകൾ അതിനുള്ളൊരു നടപടി എടുക്കണ്ടേ? അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുകളില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കുന്ന ആളല്ല. അത് പിന്നെ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് ഏസ് പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ പറയും. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിലും മറ്റു നടപടികൾ എങ്ങും എത്തുന്നില്ലെന്നാണ് പരാതി. സ്ഥിരം സംവിധാനമാകാൻ വൈകും എന്നതിനാൽ വാടകയ്ക്കെങ്കിലും മറ്റൊരിടത്തേക്ക് മാറി ജീവനക്കാരുടെയും ഇവിടെ എത്തുന്ന നാട്ടുകാരുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യം ഉയരുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.